അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്കിടയിൽ ഉണ്ടാകുന്ന അക്രമങ്ങളും ദ്രോഹങ്ങളും ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള സന്ദേശവുമായാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു കൊച്ചു കഥ നമുക്ക് കേട്ടാലോ. ഒരു സ്ത്രീ ഒരു പൂച്ചയെ കെട്ടിയിട്ടു. അതിന് ഭക്ഷണം കൊടുത്തില്ല. എവിടെയെങ്കിലും പോയി ഭക്ഷിക്കാൻ കെട്ടയച്ച് വിട്ടതുമില്ല. പൂച്ച ചത്തുപോയി. അത് കാരണം ആ സ്ത്രീ നരകത്തിൽ പ്രവേശിച്ചു. ഇത് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കഥയാണ്. നല്ല ഒന്നാന്തര ഗുണപാഠമാണ്. സഹജീവികളെ നാം സ്നേഹിക്കണം, അവയോട് ദ്രോഹം ചെയ്യരുത്. അവയെ കല്ലെറിഞ്ഞു രസിക്കുന്ന കുട്ടികളെ ഞാൻ കാണാറുണ്ട്. തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിച്ചു രസിക്കുന്ന കുട്ടികളെയും നാം കാണാറുണ്ട്. ഇതെല്ലാം കടുത്ത ദ്രോഹമാണ്. അക്രമം മഹാപാപമാണ്. അക്രമികളെ എല്ലാവരും വെറുക്കും, ശപിക്കും. മനുഷ്യരെ ശാരീരിക ഉപദ്രവങ്ങൾ ചെയ്യുക, അവരുടെ ധനത്തിൽ കൈ കടത്തുക, അവരുടെ അഭിമാനം തകർത്തുക, ഇവയെല്ലാം അക്രമമാണ്. ക്ലാസ്സിലെ ബെഞ്ചിൽ അടുത്തുള്ളവരെ തിരക്കുന്നതും ബഹളം വച്ച് അടുത്ത ക്ലാസ്സുകാരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതും റോട്ടിലും വഴിയിലും കൂകി വിളിച്ച് ശല്യപ്പെടുത്തുന്നതും ദ്രോഹമാണ്. നമ്മുടെ കൈ കൊണ്ടോ നാവ് കൊണ്ടോ മറ്റവയവങ്ങൾ കൊണ്ടോ ആർക്കും ഉപദ്രവം ഉണ്ടാക്കരുത്. നാം ഒരാളെ ആക്രമിച്ചാൽ അവൻ്റെ കൂടെ അള്ളാഹു ഉണ്ടാകും. നമുക്ക് എതിരെ അവൻ പ്രാർത്ഥിച്ചാൽ ഉത്തരം ഉറപ്പാണ്. ആരെങ്കിലും ദ്രോഹം ചെയ്യുന്നത് കണ്ടാൽ അത് ഇല്ലാതാക്കാൻ നാം ശ്രമിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിന്റെ സഹോദരൻ അക്രമിയാണെങ്കിലും ആക്രമിക്കപ്പെടുന്നവനാണെങ്കിലും നീ അവനെ സഹായിക്കണം. അപ്പോൾ ഒരാൾ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലേ, ആക്രമിക്കപ്പെട്ടവനെ സഹായിക്കൽ ആവശ്യം തന്നെ, അക്രമിയെ സഹായിക്കൽ എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അക്രമത്തിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കലാണ് അവനെ സഹായിക്കൽ. നമുക്കൊരു ഹദീസ് പഠിക്കാം. ഇത്തഖുൽ ഉലമ ഫൈനൽ ഉലമ ലുലമാതി യൗമൽ ഖിയാമ. അക്രമം നിങ്ങൾ സൂക്ഷിക്കുക, കാരണം അക്രമം അന്ത്യദിനത്തിൽ ഇരുളുകളാകും.